നമസ്കാരം. ഹാർവസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചില പ്രധാന വാർത്തകൾ. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് രജിസ്ട്രേഷനില്ലാത്ത സംഘടനയെന്ന പേരിൽ ഇന്ന് ഒരു മാധ്യമം പുറത്തുവിട്ട വാർത്ത തീർത്തും വ്യാജമാണെന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുന്ന റവറൻഡ് ഡോക്ടർ PS ഫിലിപ്പ് ഹാർവസ്റ്റ് ടിവിയോട് പറഞ്ഞു. എൻ്റെ പേര് പാസ്റ്റർ PS ഫിലിപ്പ്. കേരളത്തിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് സഭകളുടെ സൂപ്രണ്ടായി ഞാനിപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ 220 പരം രാജ്യങ്ങളിലായി 7 കോടിയിൽ പരം വിശ്വാസികളും പാസ്റ്റേഴ്സുമുള്ള ആഗോള വ്യാപകമായ പെന്തക്കോസ്ത് സഭയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. ഭരണ സൗകര്യത്തിനും വിശ്വാസികളുടെ കൂട്ടായ്മ സൗകര്യത്തിനുമായി ഇന്ത്യയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളെ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ്, നോർത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ്, ഈസ്റ്റ് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നീ നിലയിൽ തിരിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കീഴിൽ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ, മലബാർ ഡിസ്ട്രിക്ട് കൗൺസിൽ, തമിഴ് ഡിസ്ട്രിക്ട് കൗൺസിൽ, സെൻട്രൽ ഡിസ്ട്രിക്ട് കൗൺസിൽ, മഹാരാഷ്ട്ര, ആന്ധ്ര ഡിസ്ട്രിക്ട് കൗൺസിലുകൾ എന്നീ നിലയിലും തിരിച്ചിട്ടുണ്ട്. കേരളത്തിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തനത്തിൻ്റെ ശതാബ്ദി തിരുവനന്തപുരത്ത് ഏതാനും ചില നാളുകൾക്ക് മുൻപ് ആഘോഷിക്കുകയുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സത്യസന്ധമായി ആരാധിക്കുകയും യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടമാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ. ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങളോട് ചേർന്നാൽ ഞങ്ങൾ അവരെ അംഗീകരിക്കാറുണ്ട്. എന്നാൽ സഭാ നിയമത്തിനും വേദപുസ്തക നിയമങ്ങൾക്കും വിപരീതമായി മദ്യപാനം തുടങ്ങി അസന്മാർഗീയത തുടങ്ങിയ പ്രവൃത്തികളിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ അവരെ സഭയിൽ നിന്ന് നീക്കം ചെയ്യുവാനുള്ള അധികാരവും അവകാശവും സഭയ്ക്കുണ്ട്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ ഇവിടേക്ക് വന്ന ശേഷം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മനഃപൂർവ്വമായി അവരെ നീക്കം ചെയ്തിട്ടുള്ളവരല്ല. അസംബ്ലീസ് ഓഫ് ഗോഡിനും സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിനും വ്യത്യസ്ത രജിസ്ട്രേഷനുണ്ട്. വ്യാജ മറവിൽ തട്ടിപ്പ് നടത്തുന്നു എന്ന് ഇന്നത്തെ ഒരു വാർത്താ മാധ്യമത്തിൽ വന്ന കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആളുകളെ വഞ്ചിക്കുവാനോ പണത്തട്ടിപ്പിനോ അപഹരണത്തിനു വേണ്ടിയോ അല്ല ഈ പ്രവർത്തനം നിലകൊള്ളുന്നത്. പല പേരുകളിലോ പല രജിസ്ട്രേഷനുകളിലോ അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കീഴിലുള്ള എല്ലാ സഭകളും മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ സഭകളും ഒരേ വിശ്വാസാചാരങ്ങൾ സ്വീകരിക്കുന്നവയാണ്. മറ്റുള്ള വ്യാജ പ്രസ്താവനകളോ വ്യാജ പ്രചരണങ്ങളോ സാമ്പത്തികമായ നേട്ടങ്ങൾക്കോ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നവരല്ല. പാസ്റ്റർ ബാബു ജോർജ് എന്ന ആ വ്യക്തി ഏതാനും ചില നാളുകൾക്ക് മുൻപ് അസംബ്ലീസ് ഓഫ് ഗോഡിലെ ശുശ്രൂഷകനും അംഗവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് അസംബ്ലീസ് ഓഫ് ഗോഡുമായി യാതൊരു ബന്ധവുമില്ല എന്നും പ്രിയമുള്ളവർ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തനങ്ങളെ ആദരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ക്രൈസ്തവ സ്നേഹിതരെയും ദൈവ വിശ്വാസികളെയും ഞങ്ങൾ വിശേഷാൽ അനുമോദിക്കുകയാണ്. രജിസ്ട്രേഷൻ ഇല്ല എന്ന പേരിൽ ഞങ്ങൾക്കെതിരെ നടത്തുന്ന അപവാദങ്ങളിൽ ആരും വഞ്ചിതരായി പോകരുത് എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. 2016 നവംബർ മാസം ഹാർവസ്റ്റ് TV ഈ വാർത്തയുടെ നിജസ്ഥിതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനങ്ങളുടെ അറിവിലേക്കായി റിപ്പോർട്ടിന്റെ പുനഃസംപ്രേഷണത്തിലേക്ക്. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടന എന്ന പേരിൽ ഈ അടുത്തയിടെ ഉയരുന്ന വാദമുഖങ്ങൾ ദുഷ്ടലാക്കോട് കൂടെ ഉള്ളതാണെന്നും പ്രസ്ഥാനം 1860 ബോംബെ സൊസൈറ്റി ആക്ട് പ്രകാരം 2701 നമ്പറായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കീഴിലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ എന്നും AG മലയാളം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ സൂപ്രണ്ട് പാസ്റ്റർ TJ സാമുവൽ, സെക്രട്ടറി പാസ്റ്റർ തോമസ് ഫിലിപ്പ് എന്നിവർ തിരുവല്ലയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഭാരവാഹികൾ നൽകിയ പത്രക്കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഇടക്കാലത്ത് യഥാസമയം റെക്കോർഡുകൾ സമർപ്പിക്കുന്നതിനാൽ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ രജിസ്ട്രേഷൻ ലൈവ് ആയിരുന്നില്ല. ഇതുമൂലം SIAGക്ക് രജിസ്ട്രേഷൻ ഇല്ല എന്നും വ്യാജ സംഘടനയാണെന്നുമുള്ള പത്രവാർത്തകൾ വരികയും ഈ സംഘടനയ്ക്കെതിരെ കോടതിയിൽ കേസുണ്ടാവുകയും ചെയ്തു. അപ്പോൾ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ബഹുമാനപ്പെട്ട ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷണം നടത്തി നടപടിയെടുക്കുവാൻ ഗ്രേറ്റർ മുംബൈ ചാരിറ്റി കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയും കമ്മീഷണർ വിഷയം നന്നായി പരിശോധിച്ച് സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം 2701/51-52 ആയി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്ന് കണ്ടെത്തി വിധിക്കുകയും റെക്കോർഡ് സെക്ഷന് സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഫയൽ
പുനഃസ്ഥാപിച്ച് നൽകുവാൻ നിർദ്ദേശം നൽകുകയും ആയതിൻ പ്രകാരം അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ച ശേഷം സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പബ്ലിക് ട്രസ്റ്റ് രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതുമാകുന്നു. നിജസ്ഥിതി ഇതായിരിക്കെ ഈ നടപടികൾക്ക് ചുമതല വഹിക്കുന്നവരിൽ ഒരാൾ ഈ പ്രസ്ഥാനത്തിനെതിരെ രജിസ്ട്രേഷനില്ല എന്ന വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ നൽകി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാ സമൂഹത്തിനും മറ്റ് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലും ആശയക്കുഴപ്പങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വഴി തെളിച്ചിരിക്കുന്നു എന്നതിനാലാണ് രജിസ്ട്രേഷൻ സംബന്ധമായ വ്യക്തമായ വിശദീകരണവുമായി മലയാളം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി പാസ്റ്റർ TJ സാമുവേലും പാസ്റ്റർ തോമസ് ഫിലിപ്പും പത്രസമ്മേളനം വിളിച്ചത്. SIAGയുടെ നിയമ ഉപദേശകൻ അഡ്വക്കേറ്റ് ജോൺ മാത്യുവും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ഹാർവസ്റ്റ് ഗോസ്പൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.